ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം. ഭക്തി ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. നദീപ്രവാഹം പോലെ പ്രേമപ്രവാഹമാണ് ഭക്തി. തൈലം ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് നിരന്തരം ഒഴുകുന്നത് പോലെ പ്രേമത്തിൻ്റെ അവിരാമ പ്രവാഹമാണ് ഭക്തി. കാന്തത്തിലേക്കുള്ള സൂചിയുടെ ആകർഷണം പോലെ ഈശ്വരനിലേക്കുള്ള ജീവൻ്റെ ആകർഷണമാണ് ഭക്തി. പ്രേമത്തിന് വേണ്ടിയുള്ള പ്രേമമാണ് ഭക്തി. ഭക്തൻ ഈശ്വരനെ അനുഗ്രഹിക്കുന്നു. ഈശ്വരനെ മാത്രമേ അനുഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ സ്വാർത്ഥപരമായ പ്രതീക്ഷകൾ ഒന്നുമില്ല. ഇവിടെ ഭയവും ഇല്ല. ജില്ലാ കോടതിയിലെ ജഡ്ജിയായ അച്ഛനെ മകൻ ഭയപ്പെടുമോ? ഭാര്യ അവളുടെ ഭർത്താവിനെ ഭയപ്പെടുമോ? അതുപോലെ ഒരു ഭക്തന് ഈശ്വരനെ അല്പം പോലും ഭയമില്ല. ദൈവശിക്ഷയെക്കുറിച്ചുള്ള ഭയം അവനിലുണ്ടാകില്ല. അവൻ്റെ ഇഷ്ടദേവത പ്രേമ സമുദ്രമാണെന്ന് അവൻ അനുഭവിക്കുകയും വിശ്വസിക്കുകയും സങ്കല്പിക്കുകയും ഭാവന ചെയ്യുകയും ചെയ്യുന്നു. ഭക്തി ഒരു മനുഷ്യനെ ദൈവികത്വത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. അത് ദൈവിക പ്രേമം കൊണ്ട് ഭക്തനെ ഉന്മത്തനാക്കുന്നു. അത് അവന് ശാശ്വതമായ സംതൃപ്തി നൽകുന്നു. അത് അവനെ പൂർണ്ണമാക്കുന്നു. അത് ഇന്ദ്രിയ വിഷയങ്ങളിൽ മനസ്സിന് വിരക്തി ഉണ്ടാക്കുന്നു. അത് അവനെ ഈശ്വരനിൽ ആനന്ദം കണ്ടെത്താൻ സഹായിക്കുന്നു. വികാര വിക്ഷോഭം ഈശ്വരനോടുള്ള പ്രേമമല്ല, അത് പരിശുദ്ധ പ്രേമമാണ്. മതഭ്രാന്ത് ഭക്തിയല്ല, അത് ചിത്തഭ്രമമാണ്. അത് വെറും ആവേശമാണ്. ഭക്തി വൈകാരികതയല്ല, അത് ഇച്ഛയെയും ബുദ്ധിയെയും ദൈവികതയിലേക്ക് യോജിപ്പിക്കലാണ്. അത് ഈശ്വരനോടുള്ള പരമപ്രേമമാണ്. അത് പിന്നീട് ജ്ഞാനമായി വികസിക്കുന്നു. അത് അമരത്വത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. ആദർശത്തിലേക്ക് ഹൃദയത്തിലൂടെ നേരിട്ടുള്ള സമീപനമാണ് ഭക്തി. എല്ലാവർക്കും സർവ്വസാധാരണമായതാണ് സ്നേഹം. ഭക്തി എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ ഭക്തി പരിശീലിക്കാം. പഠനം, കഠിനമായ തപസ്, വേദപഠനം, ഉജ്ജ്വലമായ ബുദ്ധി, ഇതൊന്നും ഭക്തി നേടുന്നതിന് ആവശ്യമില്ല. ഭക്തി ഉണ്ടാകാൻ വേണ്ടത് സ്ഥിരമായ സജീവമായ ഈശ്വര ചിന്തയും വിശ്വാസവുമാണ്. അതുകൊണ്ടാണ് ഭക്തിമാർഗം എല്ലാവർക്കും ലഭ്യമാകുന്നത്. നിഷാദൻ ജനിച്ചത് താഴ്ന്ന ജാതിയിലാണ്. ശബരി അപരിഷ്കൃതയായ ഒരു സ്ത്രീയായിരുന്നു. ധ്രുവൻ വിദ്യാഭ്യാസമില്ലാത്തവനും വിതുരനും സുദാമാവും ദരിദ്രരുമായിരുന്നു. വിഭീഷണൻ വിരൂപനായ ഒരു രാക്ഷസനായിരുന്നു. ഹനുമാൻ ഒരു വാനരനായിരുന്നു. ജടായു ഒരു പക്ഷിയും ഗജേന്ദ്രൻ ആനയുമായിരുന്നു. വൃന്ദാവനത്തിലെ ഗോപികമാർ വേദത്തിലെ ആചാരക്രമങ്ങൾ പഠിച്ചവരായിരുന്നില്ല. ഇവരെല്ലാവരും ഭക്തി കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും ഈശ്വര സാക്ഷാത്കാരം നേടി. ഈശ്വരനെ സമീപിക്കാനുള്ള സുലഭമായ വഴി. ഈശ്വരനെ സമീപിക്കാൻ മറ്റുള്ള മാർഗങ്ങളെക്കാൾ സുലഭം ഭക്തിയാണ്. ജ്ഞാനത്തിലും യോഗയിലും പതനത്തിനുള്ള സാധ്യതയുണ്ട്. ഭക്തിമാർഗത്തിൽ ഭക്തന് ഈശ്വരൻ്റെ സഹായവും പരിരക്ഷയും ലഭിക്കുന്നതുകൊണ്ട് അപകട സാധ്യത ഇല്ല. ജ്ഞാനമാർഗത്തിലും യോഗമാർഗത്തിലും സഞ്ചരിക്കുന്നവർ അവരുടെ ശക്തിയും ജ്ഞാനവും കൊണ്ട് അഹങ്കാരികളാകാൻ ഇടയുണ്ട്. ഭക്തർ വിനയമുള്ളവരാണ്. ഭക്തിയോഗത്തിൻ്റെ അടിസ്ഥാനം വിനയമാണ്. ജ്ഞാനയോഗം അറിവിൻ്റെ യോഗമാണ്. അത് വിശകലനത്തിൻ്റെയും ത്യാജ്യത്തിൻ്റെയും പാതയാണ്. അത് അനന്തമായ നിഷേധത്തിൻ്റെ പാതയാണ്. ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള പാതയാണ്. രാജയോഗവും ബുദ്ധിമുട്ടുള്ളതാണ്. അത് സമുദ്രത്തിലെ തിരകളെ നിശബ്ദമാക്കുന്നത് പോലെയാണ്. എല്ലാ ചിന്താതരംഗങ്ങളെയും നിങ്ങൾ നിശബ്ദമാക്കേണ്ടി വരും. കർമ്മയോഗവും ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും ഉയരമുള്ള കൊടുമുടി കയറുന്നത് പോലെയാണ്. നിങ്ങൾക്ക് അതിശയകരമായ ഇച്ഛാശക്തി വേണം. ഭക്തിയോഗം മാത്രമാണ് ലളിതമായത്. സംസാരമാകുന്ന ചെളിക്കുണ്ടിൽ നിന്ന് നിങ്ങളെ ഉയർത്താൻ ഈശ്വരൻ കൈകൾ നീട്ടിത്തരുന്നു. അവിടുത്തെ കൈകൾ നിങ്ങൾ മുറുകെ പിടിക്കുക. പക്ഷേ ഒരു കാര്യം ഇവിടെ അത്യന്താപേക്ഷിതമാണ്. ഈശ്വരനെ കുറിച്ചല്ലാതെ വേറെ ഒരു ചിന്തയും നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഭക്തിയിൽ ഏകാഗ്രത. കുട്ടി അമ്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു.
വികാരാധീനനായ ഭർത്താവ് ഭാര്യയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അത്യാഗ്രഹിയായ ഒരാൾ പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അതുപോലെ ഒരു ഭക്തൻ തൻ്റെ ഇഷ്ടദേവതയുടെ പടം ഹൃദയത്തിൽ വെച്ച് ആസ്വദിക്കണം. അങ്ങനെയായാൽ അവന് ഈശ്വര ദർശനം സുലഭമായി ലഭിക്കും. വസ്തുക്കൾ ഈശ്വരൻ്റെ ശത്രുക്കളാണ്. കുട്ടികൾ, ഭാര്യ, സമ്പത്ത്, കന്നുകാലികൾ, ഗൃഹങ്ങൾ, സ്നേഹിതന്മാർ, ബന്ധുക്കൾ ഇതെല്ലാം ഈശ്വരൻ്റെ ശത്രുക്കളാണ്. ഈ വസ്തുക്കളോട് നിസ്സംഗത്വം പുലർത്തണം. നിങ്ങൾ ശരീരത്തെക്കുറിച്ചോ അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചോ കൂടുതൽ ചിന്തിക്കരുത്. ശരീരത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചോ ഉള്ള ചിന്തകൾ കാരണം ഈശ്വരനെ നിങ്ങൾ വിസ്മരിക്കുന്നു. അനാത്മവസ്തുക്കളെക്കുറിച്ചുള്ള ചിന്തകൾ ഉള്ളപ്പോൾ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. ഒരു ഭക്തൻ ചില സമയത്ത് ഈശ്വരനെയും മറ്റ് സമയങ്ങളിൽ ഭാര്യ, മകൻ, ധനം, ഗൃഹം, കന്നുകാലികൾ, സമ്പത്ത് എന്നിവയെയും സ്നേഹിക്കുകയാണെങ്കിൽ അത് വ്യഭിചാരിണീ ഭക്തി ആണ്. സ്നേഹം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഈശ്വരന് നൽകിയിരിക്കുന്നു. ബാക്കിയുള്ള ഭാഗം കുടുംബത്തിനും സ്വത്തിനും കൊടുത്തിരിക്കുന്നു. ഒരു ഭക്തൻ പൂർണ്ണമായും സംതൃപ്തിയോടെയും സമർപ്പണം ചെയ്യുമ്പോൾ മാത്രമാണ് ഈശ്വരൻ ഒരു ഭക്തൻ്റെ ദാസനാകുന്നത്. അവിടുന്ന് തൻ്റെ ഭക്തരെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നു. ദ്രൗപദിക്ക് സ്വന്തം ശക്തിയിൽ വിശ്വാസവും അല്പം അഹങ്കാരവും ഉണ്ടായിരുന്നപ്പോൾ അവളുടെ അപേക്ഷ ഭഗവാൻ ശ്രദ്ധിച്ചില്ല. പൂർണ്ണ സമർപ്പണത്തോടെ ആത്മാർത്ഥതയോടെ ദ്വാരകാനാഥ പ്രേമസ്വരൂപ എന്നെ രക്ഷിക്കൂ എന്ന് ഉറക്കെ കരഞ്ഞു വിളിച്ചപ്പോൾ ഭഗവാൻ ഓടിയെത്തി. അക്ഷയമായി വസ്ത്രം നൽകി അവളുടെ മാനം രക്ഷിച്ചു. സാധകൻ പൊതുവെ ബോധപൂർവമോ അല്ലാതെയോ അറിഞ്ഞോ അറിയാതെയോ ചില ആഗ്രഹങ്ങൾ സ്വന്തം സന്തോഷത്തിനായി സൂക്ഷിച്ചു വെക്കുന്നു. തൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആത്മസമർപ്പണം പൂർണ്ണമോ നിശേഷമോ അല്ല. അതുകൊണ്ട് ഈശ്വരകൃപ ലഭിക്കുന്നില്ല. അണു അളവിലെങ്കിലും ആഗ്രഹമോ അഹങ്കാരമോ ഉണ്ടെങ്കിൽ ഈശ്വരകൃപ ലഭിക്കാനുള്ള സാധ്യത ഇല്ല. ഭക്തിയും ആഗ്രഹവും. ആഗ്രഹം ഭക്തിയുടെ വളർച്ചയെ തടുക്കുന്നു. ഭൗതികമായ ആഗ്രഹങ്ങൾ ത്യജിക്കുമ്പോൾ ഭക്തിയുടെ തീവ്രത കൂടുന്നു. ത്യാഗം പ്രേമഭക്തിയുടെ സത്തയാണ്. ദൈവിക പ്രേമത്തിൽ ആഗ്രഹത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും ഉണ്ടാകില്ല. ഭക്തി ആഗ്രഹത്തിൻ്റെ കൂടെ അത് മുക്തിക്ക് വേണ്ടി ആണെങ്കിൽ പോലും സഹവർത്തിക്കില്ല. ഭക്തന് ഈശ്വരൻ മാത്രം, ഈശ്വരൻ്റെ സേവനം മാത്രമേ ആവശ്യമുള്ളൂ. ഭക്തൻ ഈശ്വരനെ പ്രേമിക്കുന്നു. അവിടത്തേക്കും അവിടുത്തെ സൃഷ്ടികൾക്കും സേവനം ചെയ്യുന്നു. അവൻ മുക്തിക്ക് വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നില്ല. ഭക്തൻ പ്രാർത്ഥിക്കാതെ തന്നെ ഭഗവാൻ ഭക്തന് മുക്തി നൽകുന്നു. ഭക്തി എങ്ങനെ പരിപോഷിപ്പിക്കാം? നാം കാണാത്ത ഒരു ഈശ്വരനെ എങ്ങനെ സ്നേഹിക്കും? ഇത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂടെ ജീവിക്കുക, ഈശ്വര ലീലകൾ കേൾക്കുക, പരിപാവനമായ ശാസ്ത്രങ്ങൾ പഠിക്കുക. ഈ ഭൂമിയിൽ പ്രകടമായ ഈശ്വരൻ്റെ വിവിധ രൂപങ്ങളെ ആരാധിക്കൂ. ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിമ അല്ലെങ്കിൽ പടം ആരാധിക്കുക. ഈശ്വര നാമങ്ങൾ ഉരുവിടുക. അവിടുത്തെ മഹിമയെക്കുറിച്ച് ഗാനം ചെയ്യുക. ഒരു വർഷം അയോധ്യയിലോ വൃന്ദാവനത്തിലോ ചിത്രകൂടത്തിലോ പണ്ഡരീപുരത്തോ ബനാറസിലോ ആനന്ദ കുടീരത്തിലോ താമസിക്കുക. നിങ്ങളിൽ ഈശ്വര പ്രേമം അഭിവൃദ്ധിപ്പെടും. ഓരോ കർമ്മവും ചെയ്യുന്നത് ഭക്തി എന്ന വികാരം ഉണർത്തുന്നതിന് വേണ്ടി ആയിരിക്കണം. പൂജാമുറി വൃത്തിയാക്കി വെക്കുക. ആ മുറി അലങ്കരിക്കുക. ധൂപം കത്തിക്കുക. വിളക്ക് കത്തിക്കുക. വൃത്തിയുള്ള ഒരു ഇരിപ്പിടം തയ്യാറാക്കുക. കുളിച്ചതിന് ശേഷം വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഭസ്മവും കുങ്കുമവും നെറ്റിയിൽ ധരിക്കുക. രുദ്രാക്ഷമാലയോ തുളസിമാലയോ ധരിക്കുക. ഇതെല്ലാം ഹിതകരമായ ഒരു സ്വാധീനം മനസ്സിൽ ഉണ്ടാക്കുകയും മനസ്സിനെ ഉയർത്തുകയും ചെയ്യുന്നു. ഇത് ഭക്തി ഉണ്ടാക്കുന്നു. നിങ്ങൾ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്ന ദേവതയെ ആവാഹിക്കാൻ ആവശ്യമായ ഭാവം അല്ലെങ്കിൽ വികാരം സൃഷ്ടിക്കാൻ അവ സഹായിക്കുന്നു. മനസ്സ് എളുപ്പത്തിൽ ഏകാഗ്രമാകും. ശരിയായ പെരുമാറ്റം, സത്സംഗം, ജപം, സ്മരണം, കീർത്തനം, പ്രാർത്ഥന, ആരാധന, സാധുക്കളുടെ സേവനം, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ താമസം, ഈശ്വരഭാവത്തോടെ രോഗികളുടെയും ദരിദ്രരുടെയും സേവനം, വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ
ആചരണം എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര സാന്നിധ്യം അനുഭവിക്കുക. പ്രതിമകളുടെയും സിദ്ധന്മാരുടെയും പാദങ്ങളിൽ പ്രണമിക്കുക. ലൗകിക സുഖാനുഭവങ്ങളെയും സമ്പത്തിനെയും ത്യജിക്കുക. ദാനം, ആചാരങ്ങൾ, വ്രതങ്ങൾ, അഹിംസാവ്രതം, സത്യം, ബ്രഹ്മചര്യം ഇവയെല്ലാം ഭക്തി വികസിപ്പിക്കാൻ സഹായിക്കും.